സ്വാമി എന്നെയും കൂടെ ഒന്ന് വണ്ടി കൊണ്ടുപോകും. ചേട്ടാ നീ എന്തിനാ എന്നോട് വരുന്നേ? ഞാൻ ബിസിയാ. നീ ബസ്സിൽ കയറി എങ്ങോട്ടെങ്കിലും പോ. ഓ കഷ്ടായി. ഹേയ് നന്നായി, പാട്ട് അസലായി. പക്ഷെ ഒരു താങ്ക്സ് പറയാൻ കൂടി. ഓ എന്തിനാ താങ്ക്സ് പറയുന്നത്? എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. അതല്ല, നിങ്ങളുടെ MD-യോട് ഒരു താങ്ക്സ് പറയാൻ പറ്റില്ല. അതാണോ? ശരിക്കാടാ. സേവ് സാർ അങ്ങനെയാ. കൊടുങ്കാറ്റല്ലയോ കൊടുങ്കാറ്റ്, വരുന്നതും പോകുന്നതും അറിയില്ല. വിളിക്കാതെ. ദൈവമേ, എത്ര നേരായി. ഫോൺ അടിച്ചാലും അറിയില്ല, വിളിച്ചാലും കേൾക്കില്ല. ഈ പെണ്ണിന്റെ ഒരു കാര്യം. മോളെ മോളെ മോളെ. ആരാമേ? മ്യൂസിക് ഡയറക്ടർ സൂര്യനാരായണൻ. അല്ല, സെക്രട്ടറിയാ. ഹലോ ഹലോ, അതെ പ്രിയനന്ദിനിയ. എന്നെയോ? എവിടെ? ഓക്കെ, ഉടനെ എത്താം. ഓക്കെ. ഈ പെണ്ണിനെന്താ വട്ടു പിടിച്ചോ? മനസ്സിലായില്ലേ? സൂര്യനാരായണൻ, ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹത്തിന് എന്നെ കാണണമെന്ന്. അതിന് നീ എന്തിനാ എങ്ങനെയാണെന്ന് തുള്ളുന്നേ? എന്റെ അമ്മേ, അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാടുകയെന്ന് വെച്ചാൽ മഹാഭാഗ്യമല്ലേ. ഉടനെ ചെന്ന് കാണണമെന്ന് 10:30 മണിക്ക് മുമ്പ് നമുക്ക് പോവാമേ. അയ്യോ, ഹോസ്പിറ്റലിൽ നിന്ന് എന്റെ OP ഡേയാ. അതുമല്ല, 1-2 ഇമ്പോർട്ടന്റ് കേസുകൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. മാറ്റിവെക്കാൻ പറ്റില്ല. അമ്മേ, നീ നിന്റെ കൂട്ടുകാരികൾ ആരെങ്കിലും കൊണ്ടുപോയിക്കോ. ആനി ഫ്രീ ആണോ എന്ന് ചോദിക്കേ. എന്റെ പൊന്നമ്മേല്ലേ. പറ്റാഞ്ഞിട്ടല്ലേടാ കുട്ടാ, നീ പോയിട്ട് വാ. ഓക്കെ. ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ. അന്ന് ആഡ് കമ്പനിയുടെ MD സേതുനാഥ് സാർ ഉണ്ടായിരുന്നെങ്കിലേ എന്റെ കാര്യം പോക്കായിരുന്നു. പിന്നെ ഒരു 100ാമത്തെ തവണ ഞാനത് കേൾക്കുന്നത്. ഒരെണ്ടി ഒന്നുകൂടെ കേട്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. സേതുനാഥ് എന്തൊരു ക്യാരക്ടറാണ്. നൈസ്, ഹാൻസം. ആ ജംഗിള് പാടിയ ശേഷം നിനക്കെന്തോ വട്ട പിടിച്ചെന്നാ എനിക്ക് തോന്നുന്നത്. ആ നിന്റെ ഒരു വിധി. അങ്ങോട്ട് പറ്റുമോ? എന്താ സാർ ഇങ്ങനെ? പോയിട്ട് ഇത്തിരി അർജന്റ് കാര്യമുള്ളതാ. പ്ലീസ്. ഞങ്ങൾക്ക് ഒത്തിരി അർജന്റ് ഉണ്ട്. ഏത് സമയത്താണോ നിന്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത്? ലൈസൻസ് ഉണ്ടോ? ഇല്ല. അല്ലേ മോളെ? അതെ അതെ, ലൈസൻസ് ഇല്ല. ബുക്കും പേപ്പറും എടുക്കാൻ മറന്നുപോയി അല്ലേ ആനിക്കുട്ടി? അത് ഇന്നലെ എടുക്കാൻ മറന്നുപോയി. ഇൻഷുറൻസ്, പൊല്യൂഷൻ ടെസ്റ്റ് ഒന്നുമില്ല സർ, അതുകൊണ്ടാ ചോദിക്കണേ. ഞങ്ങള് പോയിക്കോട്ടെ. ആള് കൊള്ളാമല്ലോ. താങ്ക് യു സർ. പോയിക്കോട്ടെ. എന്ത് നല്ല ചേട്ടന്. പോലീസുകാരായ ഇങ്ങനെ വേണം. നൈസ് ബോയ്. അതെ അതെ. വണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചേക്കു. പ്ലീസ് പോലീസ് ചേട്ടാ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദേ സാറിനോട് പറഞ്ഞാ മതി. ലൈസൻസ് ഇല്ല, കറക്റ്റ് ആയിട്ട് പേപ്പേഴ്സ് ഇല്ല, പിന്നെ എന്തിനാണ് വണ്ടി റോഡിൽ ഇറക്കുന്നത്? സാർ അത് പിന്നെ ഇല്ല, നോ അഡ്ജസ്റ്റ്മെന്റ്. അങ്ങോട്ട് മാറിക്കണം. ആ കടുവയുടെ മുന്നിൽ പെടാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. കടന്ന് അതിർന്ന് കേട്ടില്ലേ? വണ്ടി വിളിച്ചിട്ട് നമുക്ക് വേഗം സ്ഥലം വിടാം. ഈ പോലീസുകാർ എന്താടി നന്നാവാത്തെ? അങ്ങോട്ട് ഇങ്ങോട്ട്. നിന്റെ സ്വഭാവത്തിനെ ഇവരൊക്കെ തന്നെയാ വേണ്ടത്. പെട്ടെന്ന് പോവാം. 10:30 മുമ്പ് എത്തിയില്ലെങ്കിൽ ഭാഗ്യത്തിന് ഇന്ന് എന്തായാലും ഹർത്താലില്ല. ഓട്ടോ ഓട്ടോ. അയ്യോ, എന്താ ഈ സമയം? 10:30 മണിക്ക് അധിക സമയമില്ല.